പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറ്റുമുട്ടിയപ്പോൾ ഒരു പടി മുന്നിൽ നിന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. കാവി പാർട്ടിയെ അടപടലം പൂട്ടിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കത്തിക്കയറിയത്. സവർക്കറെ മുൻനിർത്തി കാവി പാർട്ടിക്ക് നേർക്ക് രാഹുൽ ഗാന്ധി വലിയ പരിഹാസമാണ് അഴിച്ചുവിട്ടത്. BJP താത്വികാചാര്യനായി കാണുന്ന സവർക്കറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് BJPക്ക് നേർക്ക് രാഹുൽ ഗാന്ധി ആക്രമണം അഴിച്ചുവിട്ടത്. ഭരണഘടനയെ ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ തള്ളിപ്പറഞ്ഞയാളെ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ തലതൊട്ടപ്പന്മാരായി കാണുന്നവർക്ക് ഇന്നും മനുസ്മൃതിയാണ് വലുതെന്ന പരിഹാസമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. ഭരണഘടനയും മനുസ്മൃതിയും കയ്യിലെടുത്താണ് BJPയുടെ ഇരട്ടത്താപ്പിനെതിരെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചത്. ഭരണഘടനയ്ക്കെതിരായ സവർക്കർ പറഞ്ഞ വാക്കുകൾ അക്കമിട്ടു നിരത്തി സവർക്കർ പറഞ്ഞത് നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചത്. ഇതോടെ BJP കുടുങ്ങി. VD സവർക്കർ അടക്കം RSSുകാർ ഇന്ത്യയുടേതായി ഒന്നുമില്ലാത്ത ഭരണഘടനയാണ് ഇതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ച ഭരണഘടന ഈ രാജ്യം സ്വീകരിച്ചതിന്റെ 75ാം വാർഷികമാണ് ഇന്ന് എന്ന ഓർമ്മപ്പെടുത്തലിനാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശ്രമിച്ചത്. BJPയുടെ അല്ല, മറിച്ച് RSSന്റെ ആശയങ്ങളുടെ ആധുനിക വ്യാഖ്യാനത്തിന്റെ പരമോന്നത നേതാവ് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചും എങ്ങനെ ഈ രാജ്യം ഭരിക്കണമെന്നതിനെക്കുറിച്ചും പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഏറ്റവും മോശം അതിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല എന്നതെന്നാണ് സവർക്കർ പറഞ്ഞിരുന്നത്. ഹിന്ദുരാഷ്ട്രത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കപ്പെടുന്നതും പുരാതന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിനും ആചാരങ്ങൾക്കും ചിന്തകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനമായി മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി എന്നാണ് സവർക്കർ പറഞ്ഞു വെച്ചത്. നൂറ്റാണ്ടുകളായി ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയവും ദൈവികവുമായ ഒരു യാത്രയെ ക്രോഡീകരിച്ചിട്ടുണ്ടെന്നും മനുസ്മൃതി നിയമമാണെന്നും സവർക്കർ പറഞ്ഞിട്ടുണ്ട്. സവർക്കറുടെ ഈ വാക്കുകളാണ് രാഹുൽ ഗാന്ധി BJPയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ ലോകസഭയിൽ ചൂണ്ടിക്കാണിച്ചത്. BJPയുടെയും RSSന്റെയും സൈദ്ധാന്തികനായി കാണുന്ന സവർക്കറിന്റെ ഭരണഘടനാ തിരസ്കാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭരണഘടന സംരക്ഷിക്കാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ പോരാട്ടത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നത്. ഭരണഘടനയ്ക്കെതിരെ സവർക്കറുടെ വാക്കുകൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളെയും സൈദ്ധാന്തികന്മാരെയും ചോദ്യമുനയിൽ നിർത്തുന്നു. മനുസ്മൃതിയാണ് പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞ സൈദ്ധാന്തികനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് BJPക്ക് നേർക്ക് രാഹുൽ തൊടുത്തത്. ഭരണകക്ഷി നേതാക്കൾ ശബ്ദമുയർത്തി തടയുമ്പോഴും പ്രതിപക്ഷ നേതാവ് BJPയെ അവരുടെ തന്നെ ആശയങ്ങളെ ചോദ്യം ചെയ്ത് മുൾമുനയിൽ നിർത്തുകയായിരുന്നു. മനുസ്മൃതിയിലും സവർക്കറിലും തുടങ്ങിയത് നിലവിൽ BJPയെ പാർലമെന്റിൽ ചൊടിപ്പിക്കുന്ന അദാനിയിലേക്കും അംബാനിയിലേക്കും രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു നിർത്തിയതോടെ BJP തീർന്നുവെന്ന് പറയാം. ഹൈന്ദവ ഇതിഹാസങ്ങളിലെ ഏകലവ്യനെ മുൻനിർത്തിയും രാഹുൽ ഗാന്ധി BJPയെ പൂട്ടിക്കെട്ടുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രകടനത്തെ വാഴ്ത്തിയത്.